നായപ്പേടിയിലാണ് കുട്ടനാടാകെ. പുളിങ്കുന്നിൽ കുഞ്ഞിനെ ഉൾപ്പെടെ 10 പേരെ കടിച്ച വളർത്തുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെയാണ് വലിയ ഭീതി ഉണ്ടാകുന്നത്. ഒരാഴ്ച മുൻപ് മങ്കൊമ്പിലും സമാനമായ രീതിയിൽ നായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിക്കും 1 മണിക്കുമിടയിൽ വളർത്തുനായ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 10 പേരെയാണ് കടിച്ചത്. ചങ്ങല പൊട്ടിച്ചോടിയ വളർത്തുനായ കണ്ണിൽ കണ്ട മനുഷ്യരെ മാത്രമല്ല തെരുവുനായ്ക്കളെയും ആക്രമിച്ചു. പരിക്കേറ്റവരെല്ലാം വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഹോസ്പിറ്റലിൽ വന്നു, അവിടുന്ന് 3 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവിടുന്ന് തിരിച്ച് ആലപ്പുഴയ്ക്ക് വിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഡ്രസ്സ് ചെയ്ത് പോന്നിരിക്കുകയാണ്. ഇപ്പം വീണ്ടും പുളിങ്കുന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മുൻപ് മങ്കൊമ്പിലും 6 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റിരുന്നു. അതിനും പേവിഷബാധ ഉണ്ടായിരുന്നു. ഇന്നലെ ചെങ്ങന്നൂരിലും 2 പേരെ തെരുവുനായ ആക്രമിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. കണ്ണൂർ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി. 5 പേർക്ക് നായയുടെ കടിയേറ്റു. കടിച്ച നായയെ പിന്നീട് പിടികൂടി. സംസ്ഥാനമാകെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കുട്ടനാട് പുളിങ്കുന്നിൽ കുഞ്ഞിനെ ഉൾപ്പെടെ 10 പേരെ കടിച്ച വളർത്തുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സമാനമായ സംഭവങ്ങൾ, നായയുടെ ആക്രമണത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതേസമയം കോഴിക്കോട് തിരുവള്ളൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർ ചികിത്സയിലാണ് എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് വരുന്ന ഒരു ആശങ്കാജനകമായ വിവരം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചെന്നത്. രഘു, സംസ്ഥാനമാകെ നായപ്പേടിയാണ്, പലയിടത്തും ഗൗരവതരമായ സാഹചര്യമാണ്. ഇപ്പോൾ പുളിങ്കുന്നിലെ ഉൾപ്പെടെ സാഹചര്യം, കുട്ടനാട് പുളിങ്കുന്നിലെ കുഞ്ഞിനെ ഉൾപ്പെടെ 10 പേരെ കടിച്ചുൾപ്പെട്ടുള്ള സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാ ദിവസവും നായ ഒരാളെയെങ്കിലും ആലപ്പുഴ ജില്ലയിൽ കടിക്കാറുണ്ട്. ചിലയിടങ്ങളിലേത് മാത്രം വാർത്തയാകുന്നു എന്നേ ഉള്ളൂ. കാരണം ഇതൊരു സ്ഥിരം സംഭവമാണ്. നമുക്ക് തന്നെ അറിയാം, പുറത്തേക്ക് ഇറങ്ങിയാൽ നായ്ക്കളെ കാണാതെ 10 അടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇന്നലെ രാവിലെ 10 മണിക്കും 1 മണിക്കും ഇടയിലാണ് പുളിങ്കുന്നിൽ, അതും വീട്ടിൽ വളർത്തിയിരുന്ന ഒരു നായ, വാക്സിനൊക്കെ എടുത്തിരുന്ന ഒരു നായ, ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് കണ്ണിൽ കണ്ടവരെ, പ്ലേ സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്ന കുട്ടി ഉൾപ്പെടെ 10 പേരെ കടിച്ചത്. ഈ നായ മനുഷ്യരെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെയും മറ്റ് തെരുവുനായ്ക്കളെയും ഒക്കെ കടിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഇതിൻ്റെ മൃതദേഹം സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. പരിശോധനയിൽ ഇതിൻ്റെ പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. കുട്ടനാട്ടിൽ ഇതിപ്പോൾ ഒരു സ്ഥിരം സംഭവമാണ്. മങ്കൊമ്പിലും സമാനമായ രീതിയിൽ നായ, വീട്ടിൽ വളർത്തിയിരുന്ന ഒരു നായ തന്നെയാണ് അന്നും കുട്ടികളെ കടിച്ചത്. ആ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ തെരുവുനായ്ക്കൾ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളും വളരെ ആളുകളോട് ക്രൂരമായി ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂരിലും കഴിഞ്ഞ ദിവസം നായ ആളിനെ കടിച്ചു. സ്വാഭാവികമായിട്ട് തന്നെ ഇന്നും എവിടെയെങ്കിലുമൊക്കെ ആളുകളെ നായ ആക്രമിച്ചിട്ടുണ്ടാവും. അത്രമേൽ രൂക്ഷമാണ് ആലപ്പുഴയിലെ. ആലപ്പുഴ ജില്ലയിലും പൊതുവിൽ സംസ്ഥാനത്താകെയും തെരുവുനായ പ്രശ്നമെന്നത്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.